സഹോദരിയെ അവരുടെ ജീവിതത്തിലേക്ക് ആ സഹോദരിയെ പുതിയൊരു ജീവിതത്തിലേക്ക് കൈപ്പിടിച്ചുയർത്താൻ ബഹുമാനപ്പെട്ട നൂറെ ഹബീബിന്റെ കുടുംബം മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് ആളുകൾ ആരാരുമില്ലാതെ പട്ടിണി പാവങ്ങളായ ആളുകൾ വരുമ്പോ അവരോട് കരയരുത്. നിങ്ങളുടെ കണ്ണിൽ നിന്ന് സാമ്പത്തികമായി പ്രയാസത്തിന്റെ പേരിൽ, വീടില്ലാത്തതിന്റെ പേരിൽ, മകളെ കെട്ടിക്കാൻ പ്രയാസപ്പെടുന്നതിന്റെ പേരിൽ ഇനി ഒരു തുള്ളി കണ്ണുനീര് പോലും നിങ്ങളുടെ കണ്ണിൽ നിന്ന് ചാടുന്ന ഒരു പ്രത്യേകതയാണ്. കാരണം തങ്ങളവர்கள் കരഞ്ഞുകൊണ്ട് പ്രയാസപ്പെട്ട് മുന്നിൽ വന്നാൽ അവരെ തട്ടി മാറ്റാൻ തങ്ങളവർക്ക് കഴിയില്ല. നിങ്ങൾക്കറിയില്ലേ, നമ്മുടെ ദൂരെ നിന്ന് വന്ന, കേരളത്തിന്റെ പുറത്തു നിന്ന് വന്ന ആളുകളുണ്ട്. അവർക്ക് ഒരു പക്ഷേ തങ്ങളവരെ കുറിച്ച് കൃത്യമായി അറിയില്ല, അവരുടെ കുടുംബത്തെ കുറിച്ച് അറിയില്ല, അവരുടെ ജീവിത പ്രാരാബ്ദങ്ങളെ കുറിച്ച് അറിയില്ല. പട്ടിണി പാവങ്ങളുടെ അവസ്ഥ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി ദാരുണ്യ ജാതിയെ തീങ്ങാനയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്റെ കൂടെ പറപ്പങ്ങളായ ആളുകൾ സ്വന്തം ഉമ്മാന്റെ വീട്ടിലേക്ക്, സ്വന്തം വാപ്പാന്റെ വീട്ടിലേക്ക് ബന്ധപ്പെട്ട ആളുകൾ കൊണ്ടുപോകുമ്പോ തിരിച്ചു പോകാൻ അവിടുന്ന് ലീവിന് പോലും പോകാൻ ഒരു വീടില്ലാതെ പ്രയാസപ്പെട്ട് ആ പ്രയാസത്തിന്റെ വിഷമം എന്താണെന്ന് തന്റെ ചെറുപ്പകാലത്ത് കൃത്യമായി മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട സയ്യിദവറുകളും അവിടുത്തെ സഹോദരങ്ങളും അവരുടെ മുമ്പിലേക്ക് പ്രയാസങ്ങൾ പറഞ്ഞ് ഒരാൾ വരുമ്പോ അവരെ തട്ടി മാറ്റാൻ ഒരാൾക്കും കഴിയില്ല. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ കഴിഞ്ഞ മജ്‌ലിസിൽ സൂചിപ്പിച്ചതുപോലെ നിങ്ങളോട് പറയട്ടെ, ഈ മജ്‌ലിസിന്റെ വിജയം എന്ന് പറയുന്നത് അത് സ്വലാത്തുൽ ഫാത്തിഹയാണ്. മഹാന്മാരായ ആളുകൾ ധാരാളം നിങ്ങൾ പതിവാക്കണം, ധാരാളം നിങ്ങൾ അധികരിപ്പിച്ച് ചൊല്ലണം എന്ന് പറഞ്ഞ ആ സ്വലാത്തുൽ ഫാത്തിഹ ബഹുമാനപ്പെട്ട തങ്ങളവர்கள் ഒരു ദിവസം രണ്ടു നേരം ഓൺലൈനിലായും അതുപോലെ തന്നെ ഇവിടെ ദിവസങ്ങളിൽ പല പ്രാവശ്യവും സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലി ദുആ ചെയ്യുകയാണ്. പ്രയാസങ്ങൾ പറഞ്ഞ്, വിഷമങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ മുമ്പിലെത്തുമ്പോ